നമസ്കാരം. മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനയി വധശ്രമം ഭയന്ന രഹസ്യ കേന്ദ്രത്തിൽ കഴിയുന്നതായി റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ മുജ്തബ ഖമനയി ജീവനോടെ ഇല്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ പിന്നീട് മറ്റൊരിടത്ത് മുജ്തബ ഖമനയി ജീവനോടെ ഉണ്ട്, പക്ഷേ ജീവച്ഛവമായാണ് ജീവിക്കുന്നത് എന്നുള്ള വിവരങ്ങളായിരുന്നു വന്നത്. ഇപ്പോഴിതാ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് കൂടുതൽ സർജറിയൊക്കെ തന്നെ മുജ്തബയ്ക്ക് ആവശ്യമായി വരും എന്നുള്ള മട്ടിലാണ്. എന്നിട്ട് പോലും ജീവനിൽ ഭയന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന വാർത്തയാണ് വരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് പിതാവ് അയത്തുള്ള അലി ഖമനയുടെ വസതിക്ക് നേരെ ഉണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മുജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് വിവരം. മുഖത്ത് പൊള്ളലേറ്റും കാലിന് പരിക്കേറ്റും അവശനിലയിലായ ഇയാൾ അതീവ സുരക്ഷാ വലയത്തിലാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ആക്രമണത്തിന് ശേഷം മുജ്തബ ഖമനയി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടേയില്ല. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ പിന്തുടരുമെന്ന ഭയത്താൽ റവല്യൂഷണറി ഗാർഡ് കമാൻഡർമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഇദ്ദേഹത്തെ സന്ദർശിക്കുന്നത് ഒഴിവാക്കിയിരിക്കുകയാണ്. സന്ദർശകരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് ഒളിത്താവളം കണ്ടെത്താൻ ശത്രുക്കൾക്ക് സാധിക്കുമെന്ന ആശങ്കയാണ് ഈ കടുത്ത നിയന്ത്രണങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം. വ്യോമാക്രമണത്തിൽ മുജ്തബയുടെ മുഖത്തിന് ചുണ്ടിനും കടുത്ത പൊള്ളലേറ്റിട്ടുണ്ട്. ഇതുമൂലം സംസാരിക്കാൻ അദ്ദേഹം ഏറെ പ്രയാസപ്പെടുന്നതാണ്. പ്ലാസ്റ്റിക് സർജറിക്ക് പുറമെ പരിക്കേറ്റ കാലിലും 3 ശസ്ത്രക്രിയകൾ കഴിഞ്ഞതായും കൃത്രിമക്കാൽ ഘടിപ്പിച്ചതായും അതിനുള്ള കാത്തിരിപ്പാണ് ഇനി എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. കൈക്ക് ശസ്ത്രക്രിയ വേണ്ടി വന്നെങ്കിലും ഇതിന്റെ പ്രവർത്തനം സാവധാനം മെച്ചപ്പെടുന്നുണ്ട്. ശാരീരികമായി തളർന്നുവെങ്കിലും മുജ്തബ ഖമനയുടെ മാനസിക ആരോഗ്യം തൃപ്തികരമാണെന്നും അദ്ദേഹം ഭരണകാര്യങ്ങളിൽ സജീവമാണെന്നും ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ തന്റെ അവശത ലോകം അറിയാതിരിക്കാൻ വീഡിയോ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തുവിടുന്നതിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുകയുമാണ്. ദൗർബല്യം പ്രകടിപ്പിക്കുന്നത് ഭരണകൂടത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ഭയമാണ് ഇതിന് പിന്നിൽ. ആശയവിനിമയത്തിനായി വിചിത്രവും എന്നാൽ സുരക്ഷിതവുമായ മാർഗമാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഒഴിവാക്കി കത്തുകൾ വഴിയാണ് സന്ദേശങ്ങൾ കൈമാറുന്നത്. സീൽ ചെയ്ത കവറുകൾ വിശ്വസ്തരായ ദൂതന്മാർ വഴി രഹസ്യം പാതകളിലൂടെ കൈമാറുന്നു. മോട്ടോർ സൈക്കിളിലും കാറുകളിലുമായി സഞ്ചരിക്കുന്ന ഈ കണ്ണികൾ വഴിയാണ് ഭരണപരമായ തീരുമാനങ്ങൾ പുറത്തെത്തുന്നത്. ഹൃദ്രോഗ വിദഗ്ധൻ കൂടിയായ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ആരോഗ്യമന്ത്രി എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് മുജ്തബയുടെ ചികിത്സ നടക്കുന്നത്. ഭരണകൂടം ഇത്രയേറെ രഹസ്യാത്മകത പുലർത്തുന്നത് ഇറാന്റെ നേതൃത്വനിരയിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട് എന്നതിന്റെ വലിയ സൂചന തന്നെയാണ് ഇത്. ഖമനയെ രാജ്യം ഭരിക്കുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ IRGCയിലെ ജനറൽ കമാൻഡർമാരെ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ള റിപ്പോർട്ടുണ്ട്. ജനറൽമാരുടെ ബോർഡിന്റെ ഉപദേശത്തെ ആശ്രയിച്ചാണ് ഇറാനിലെ ഭരണമെന്നും ബോർഡിന്റെ ഡയറക്ടർ എന്ന നിലയിലാണ് മുജ്തബ പ്രവർത്തിക്കുന്നത് എന്നുമാണ് റിപ്പോർട്ട്. ഇറാൻ നേതൃത്വത്തിന്റെ ഈ പ്രതിസന്ധിയെ പരിഹസിച്ച് US പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ നേതാവ് ആരാണ് എന്ന് അവർക്ക് പോലും ഇപ്പോൾ അറിയില്ല. ട്രംപ് പറഞ്ഞു, ഞങ്ങൾ ഇറാന്റെ 3 നിര നേതാക്കളെ വധിച്ചുവെന്നും രാജ്യാന്തര തലത്തിൽ സംസാരിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയിലാണ് അവരിപ്പോൾ എന്നുമാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് അവകാശപ്പെട്ടത്. നേതാവ് ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലാണ് ഭരണത്തിന്റെ പൂർണ്ണ ചുമതല. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് ആണ് ഈ സമിതിയുടെ പ്രധാന മുഖം. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് ഇദ്ദേഹമാണ്. റവല്യൂഷണറി ഗാർഡ്സിലെ മുൻ ജനറൽ കൂടിയായ ഗാലിബാഫിന് ഭരണകൂടത്തിലും സൈന്യത്തിലും വലിയ സ്വാധീനമുണ്ട്. അതിനിടെ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ചതിനെ തുടർന്ന് ആഗോള എണ്ണ വിപണി കടുത്ത പ്രതിസന്ധിയിലാണ്. ആണവായുധ നിർമ്മാണം ഉപേക്ഷിക്കണമെന്ന US ആവശ്യം അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകാത്തതാണ് തർക്കത്തിൽ നീളാൻ കാരണം. ഉപരോധം മൂലം ഇറാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിലും അമേരിക്കയേക്കാൾ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ കൗൺസിൽ അവകാശപ്പെടുന്നു. പിതാവ് അയത്തുള്ള അലി ഖമനയി അനുഭവിച്ചിരുന്ന സർവാധിപത്യം പുതിയ നേതാവായ മുജ്തബയ്ക്ക് ലഭിക്കില്ലെന്നാണ് വിദഗ്ധരുടെ പക്ഷം. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.